പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ ജീവിതത്തിലുടനീളം വളരെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുകയാണ്. അയാൾ നല്ലൊരു മനുഷ്യനായി ഒരാളെ പോലും നോവിക്കാതെ വളരെ സത്യസന്ധമായി എല്ലാ തരത്തിലും സത്യവും നീതിയും കാത്തുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്ത മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയല്ല എന്നതിൻ്റെ കാരണത്താൽ അയാളിൽ സ്വർഗം നിഷേധിക്കപ്പെടുന്ന മതം പഠിപ്പിക്കുമ്പോൾ അത് നോക്കൂ, അത് അവിടെ തന്നെ അതിൻ്റെ ഉത്തരം വന്നു. എന്ന് മതം പഠിപ്പിക്കുമ്പോൾ എന്നല്ലേ പറഞ്ഞത്? ആരൊക്കെയാണ് സ്വർഗത്തിൽ? അല്ല, സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രധാനമായും ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാൾ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും ഒരു കലിമത്ത് തൗഹീദ് എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. ആ അർത്ഥത്തിലാണ് ആ ചോദ്യം വരുന്നത്. ഓക്കെ, ഞാൻ പറയാം. ആ പറഞ്ഞതിലുള്ളതിപ്പം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ട ആളാണ് സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ലേ? ഓക്കെ, പക്ഷേ ആരൊക്കെയാണ് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് മരിക്കുന്നത്? ആരൊക്കെയാണ് വിശ്വസിക്കാതെ മരിക്കുന്നത്? ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടവർ? ആരൊക്കെയാണ് നരകാവകാശികളായിട്ടുള്ളവർ? ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ നമുക്കാർക്കും ഒരർഹതയും ഒരധികാരവുമില്ല. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം മതം പഠിപ്പിക്കുന്നത്, മതം പൊതുവിൽ അനുശാസിക്കുന്നത് ഇല്ല. മതം അങ്ങനെ അനുശാസിക്കുന്നേ ഇല്ല. വളരെ പ്രാക്ടിക്കലി പറഞ്ഞാൽ ഇപ്പൊ ഗാന്ധിജി, മദർ തെരേസ, വളരെ പ്രാക്ടിക്കലി തന്നെ പറയാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വർഗത്തിലോ നരകത്തിലോ? പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച മദർ തെരേസ സ്വർഗത്തിലോ നരകത്തിലോ? കുഷ്ഠരോഗികളെ സേവിച്ച് ജീവിച്ച ആസാമിലെ നോബൽ സമ്മാന ജേതാവായിരുന്ന ആ മനുഷ്യന്റെ പേരെന്താണ്? ബാബ ആംഠെ. അദ്ദേഹം സ്വർഗത്തിലോ നരകത്തിലോ? ഇതൊക്കെ മുസ്ലിങ്ങളെ ട്രാപ്പിലാക്കാൻ വേണ്ടി വരുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അവിടെ എന്താണ് ഇസ്ലാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കാൻ ഗാന്ധിജിയെ പോലെ മനുഷ്യന്മാരായ നമുക്കാർക്കും അർഹതയില്ല. മദർ തെരേസ സ്വർഗത്തിലാണോ നരകത്തിലാണോ? ശ്രീനാരായണ ഗുരു സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇതൊന്നും തീരുമാനിക്കാൻ ശ്രീനാരായണനെ പോലെ, മദർ തെരേസയെ പോലെ, ബാബ ആംതയെ പോലെ മജ്ജയും മാംസവും വെച്ച് നടക്കുന്ന എനിക്കോ നിങ്ങൾക്കോ നമ്മൾക്കോ ആർക്കും പ്രവചിക്കാനോ തീരുമാനിക്കാനോ വിധി പറയാനോ ഒരധികാരവും വൈയക്തികമായിട്ടില്ല. മറിച്ച് എന്താണ് ഇസ്ലാമിന്റെ നയം? ഇസ്ലാമിന്റെ നയം, ആരാണോ അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകരിലും വിശ്വസിച്ച് മരണപ്പെടുന്നത് അവർക്കുള്ളതാണ് സ്വർഗം. അവരാണ് പരലോകത്തിൽ രക്ഷപ്പെടുക. ആരാണോ അങ്ങനെയല്ലാതെ മരണപ്പെടുന്നത് അവർക്ക് പരലോകത്തിൽ രക്ഷയില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് വരണം. നബി ഈ വിശ്വാസം നമ്മളെ പഠിപ്പിച്ചതാരാണ്? ഈ വിശ്വാസം നമ്മളെ പഠിപ്പിച്ചത് ഗാന്ധിജിയല്ല, ശ്രീനാരായണ ഗുരുവല്ല, മദർ തെരേസയല്ല, നെൽസൺ മണ്ടേലയല്ല, ബാബ ആംഠയല്ല, ആരുമല്ല. ഈ വിശ്വാസം നമ്മളെ പഠിപ്പിച്ചത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അള്ളാഹുവിങ്കിൽ നിന്ന് നമ്മളെ അത് അറിയിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഇതിന്റെ കൂടെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ട്. എത്രയോ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്ത് ഒരു കാല് ഭൂമിയിലും മറ്റേ കാല് സ്വർഗത്തിലുമായി, ആ അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കെ ആ മനുഷ്യൻ ഒരു നരകാവകാശിയുടെ കർമ്മം ചെയ്യുകയും അദ്ദേഹം നരകത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറെ ആളുകളുണ്ട്. വേറെ കുറെ ആളുകൾ നരകാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്ത് ഒരു കാല് ഭൂമിയിലും മറ്റേ കാല് നരകത്തിലും എത്തി. അങ്ങനെയുള്ള ഒരു കോണ്ടക്സിൽ ആ കക്ഷി സ്വർഗാവകാശിയുടെ ഒരു കർമ്മം ചെയ്തു. അങ്ങനെ അയാൾ സ്വർഗത്തിലും എത്തി. അതിന്റെ ഉദ്ദേശ്യം തുഹ്കമുൽ ഉമൂറു ബിഖവാതീമിഹ. ഒരു മനുഷ്യൻ വിശ്വാസിയായിട്ടാണോ മരിക്കുക അവിശ്വാസിയായിട്ടാണോ മരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം അൽ അഷ്റത്തുൽ മുബശ്ശറ എന്ന് പറയപ്പെട്ട സ്വഹാബികളുണ്ട്. ഇന്നയാളൊക്കെ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തുർ റിദ്വാനിൽ കൈപ്പള്ളയടിച്ചിട്ട് റസൂലുള്ളാഹിനോട് സന്ധി ചെയ്ത സ്വഹാബികൾ. ആ സ്വഹാബികൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നത് പ്രകാരം നാം വിശ്വസിക്കുന്നു. പിന്നീട് ഇസ്ലാമിന്റെ എല്ലാ അംബിയ മുർസലീങ്ങളും സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുകൊണ്ട് നാം വിശ്വസിക്കുന്നു. പിന്നീട് പേര് പറയപ്പെട്ട ചില ആളുകൾ, ഉദാഹരണത്തിന് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് മറിയം റളിയല്ലാഹു അൻഹുമ അല്ലെങ്കിൽ അൻഹുന്ന, അങ്ങനെ പേര് പറയപ്പെട്ട ചില മഹദികളുണ്ട്. അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറയാം. എല്ലാതെ ലോകത്തുള്ള ഒരു മനുഷ്യനും, അത് പണ്ഡിതനാകട്ടെ, സൂഫിയാകട്ടെ, സാധാരണക്കാരനാകട്ടെ, ഒരാളും സ്വർഗത്തിലാണ് നരകത്തിലാണ് എന്ന് പറയാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും അർഹതയില്ല. അതുകൊണ്ടാണ് ആര് മരണപ്പെട്ടാലും പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് സുന്നത്തായത് അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു എന്നാണ്. അള്ളാഹുവെ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് കരുണ ചെയ്യണേ എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നയം.
അതുകൊണ്ട് തന്നെ അവിടെ ആ സംശയത്തിന്റെ ഒരു വാലിഡിറ്റിയെയാണ് ഞാൻ ഒരു നിലക്ക് അതിനെയാണ് ഞാൻ അപ്രസക്തമാക്കുകയല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനെ മാനിക്കുകയാണ്. പക്ഷെ അതവിടെ വാലിഡ് അല്ല എന്ന് വരുത്തുകയാണ്. മീൻസ് ഇന്നാലിന്ന വ്യക്തികളൊക്കെ നരകത്തിലാവുമ്പോൾ പിന്നെ, അല്ലെങ്കിൽ ഇന്നാലിന്നവരൊക്കെ നരകത്തിലാണ് എന്ന് നമ്മൾ തന്നെ പറയുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാവുന്ന അസാംഗത്യമാണല്ലോ. ആരൊക്കെയാണ് നരകത്തിൽ, ആരൊക്കെയാണ് സ്വർഗത്തിൽ എന്നത് അള്ളാഹുവിന്റെ മാത്രം ഡിപ്പാർട്ട്മെന്റാണ്. നമ്മളത് ഒട്ടും ബോധേടാക്കണ്ട, നമ്മളത് കൺസേൺ ചെയ്യേണ്ട വിഷയവുമല്ല. നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ ഇസ്ലാം, നമ്മുടെ മരണം, നമ്മുടെ പരലോകം അത് നന്നാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അവിടെ ഒരു സൂഫി സെൻസ് കൂടി പറയാം. നമുക്ക് ഏകദേശം ഇഫ്താറിന്റെ സമയം ഇവിടെ അടുത്തു. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് വിശ്വാസം. ഏറ്റവും സുന്ദരമായ വാക്കാണ് വിശ്വാസം. ഈ വിശ്വാസം എന്ന വാക്ക് തന്നെ ആലോചിച്ച് നോക്കൂ. വിശ്വാസം എന്ന വാക്ക് തന്നെ നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിനൊരു സെൻസ് ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഞാന് ദാരിമി ഉസ്താദൊക്കെ ഞങ്ങളെ പറ്റിയൊക്കെ, ഞങ്ങളുടെ വിഭാഗത്തിന്റെ പേര് മുസ്ലിയാർമാർ എന്ന് പറയും. മുസ്ലിയാർ, അദ്ദേഹം മുസ്ലിയാരാണ്. ബിരുദത്തിന്റെ പേരൊക്കെ ഒഴിവാക്കിയാൽ മുസ്ലിയാർ എന്ന് പറയും. മുസ്ലിയാർ എന്നുള്ള വേർഡിനൊരു സെൻസ് ഉണ്ടല്ലോ. അറബിയിൽ മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ സമുദ്ധാരകൻ എന്നാണ്. തമിഴ് ഭാഷയിൽ യാർ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റഡ്, ബഹുമാനപ്പെട്ട സമുദ്ധാരകൻ. അല്ലെ മുസല്ലി എന്ന് അറബിയിൽ പറഞ്ഞാൽ നിസ്കാരക്കാരൻ. യാർ എന്ന് തമിഴിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അണ്ണാദുരിയാർ, MGR, ഒരു ആറുണ്ടല്ലോ അവിടെ. ഈ ആർ മീൻസ് ബഹുമാനപ്പെട്ടയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട നിസ്കാരക്കാരൻ. ഇപ്പൊ ഹാജി, നമ്മുടെ അവിടെ നോട്ടീസ് നോക്കിയാൽ ഹാജി എന്ന് കാണാം, ഹജ്ജ് ചെയ്തയാൾ. അപ്പൊ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. വിശ്വാസം എന്നുള്ള വാക്കിൽ, അല്ലെങ്കിൽ വിശ്വാസി എന്നുള്ള വാക്കിൽ രണ്ട് വാക്കുകളുടെ ഒരു ചേർപ്പാണ് വിശ്വാസം. വി പ്ലസ് ശ്വാസമാണ് വിശ്വാസം. മലയാള ഭാഷയിൽ വി എന്ന വർണ്ണം എന്ന് പറയും ഗ്രാമറ്റിക്കലി. ആ വർണ്ണത്തിന് രണ്ട് ആശയമാണുള്ളത്. ചില പദങ്ങളുടെ മുമ്പ് വി വന്നാൽ അലങ്കാരാർത്ഥമാകും, ചില പദങ്ങളുടെ മുമ്പ് വി വന്നാൽ വിപരീതമാകും. ഇപ്പൊ ജയം എന്ന വാക്കിന്റെ ഇപ്പുറത്ത് വി വന്നാൽ എന്താകും? വിജയം എന്നായി. ഇപ്പൊ ടോപ്ലസ് കിട്ടിയതിനെ കുറിച്ച് മദ്രസയിൽ കുട്ടികൾക്ക് വിജയം എന്ന് പറയാം നമുക്ക്, കാരണം അത് നല്ല വിജയമാണ്. എല്ലാം ഡിയും C+ഉം ആണെങ്കിൽ പിന്നെ വിജയിച്ചു എന്ന് പറയണ്ട, കുട്ടി ഒരുവിധം ജയിച്ചു എന്ന് പറഞ്ഞാൽ മതി. പാർലമെന്റ് ഇലക്ഷനിൽ ഒരു 4000 വോട്ടിന് ഫോട്ടോ ഫിനിഷിലാണ് ജയിച്ചതെങ്കിൽ അദ്ദേഹം ജയിച്ചു ഒരു വിധം എന്ന് പറഞ്ഞാൽ മതി. 3 ലക്ഷമാണ് ഭൂരിപക്ഷമെങ്കിൽ പിന്നെ വമ്പം വിജയം എന്നാണ് പത്രക്കാർ കൊടുക്കുക. അത് വീന്റെ ഒരു സെൻസാണത്. ഇപ്പൊ നയം എന്ന വാക്കിന്റെ ഇപ്പുറത്ത് നമ്മൾ വി വെച്ചാൽ എന്തായി? വിനയം എന്നായി. മീൻസ് ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ നയമാണ് വിനയം. പക്ഷെ എപ്പോഴും അതല്ല. ഇപ്പൊ ജനത എന്നുള്ള വാക്കിന്റെ ഇപ്പുറത്ത് വി വെച്ചു, അപ്പൊ പിന്നെ വിജനത എന്നായി. മനുഷ്യരില്ല, ജനങ്ങളില്ല എന്നായി. ഇപ്പൊ ചിലപ്പോ അലങ്കാരാർത്ഥമാകും, ചിലപ്പോ വിപരീതാർത്ഥമാകും. ശ്വാസം എന്ന വാക്കിന്റെ ഇപ്പുറത്ത് വി വെക്കുമ്പോ ശ്വസിക്കാതിരിക്കുക എന്നല്ല അർത്ഥം, വിശുദ്ധമായി ശ്വസിക്കുക എന്നാണ്. ഞാൻ എന്റെ വിഷയം തുടങ്ങിയിടത്തേക്ക് പോയി അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധമായി ശ്വസിക്കുക, വിശുദ്ധമായ ശ്വാസം എന്നാണ് വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം. വിശുദ്ധമായി ശ്വസിക്കുന്നവൻ എന്നാണ് വിശ്വാസി എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ് ഈ വിശുദ്ധമായ ശ്വാസം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു എന്ന വാക്കിനെ വെച്ചുകൊണ്ടാണ് നാം നമ്മുടെ ഈ ചർച്ച ആരംഭിച്ചത്. ലോകത്ത് വേറെ ഏതെങ്കിലും ആരാധിക്കപ്പെടുന്ന ദൈവത്തിന്റെ പേരുണ്ടോ ഇതേപോലെ ശ്വസിക്കാൻ പറ്റിയ ഒരു പേര്? നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണേ. ഞാൻ കുറെ നേരമായി പറയുന്നു, നിങ്ങൾ ചടക്കരുത്. നമുക്കിപ്പോ നോമ്പിപ്പോ തുറക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അത് വളരെ മഹത്തരമായ, നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റിയ ഏറ്റവും മഹത്തരമായ പേരാണ് അല്ലാഹു. അല്ലാഹു അല്ലാഹു ഒരു 3 വട്ടം പറഞ്ഞു നോക്ക്. അല്ലാഹു അല്ലാഹു അല്ലാഹു. എന്തൊരു കനവുള്ള വാക്കാണത്, എന്ത് ലളിതമായ വാക്കാണത്, സുന്ദരമായ വാക്കാണത്. അല്ലാഹു എന്നുള്ള വാക്ക് തീരുന്ന അക്ഷരമേതാ? അല്ലാഹ്. ഹ് ആണ്, ഹ് ആണ്, ഒരു കാറ്റാണ്. ശ്വസിക്കുന്ന ശബ്ദം ഏതാണ്? നമ്മളെ ജോഗിങ്ങിന് പോയി, ടറഫിൽ പോയി, ജിമ്മിന് പോയി, വിറക് കയറി, ഫുട്ബോൾ കളിച്ചു, ഒച്ചയെടുത്തു, ക്ഷീണിച്ചു, കസേരയിൽ വന്നിരിക്കുകയാണ്, കട്ടിലിൽ വന്ന് കിടക്കുകയാണ്, നെടുവേർപ്പെടുകയാണ്. ഏതാണ് ശബ്ദം? ഒരാൾ മരിക്കുകയാണ്. മരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടിക്കളയരുത്. മരിക്കുമ്പോൾ നമ്മൾ സസൂക്ഷ്മം നോക്കണം എങ്ങനെയാണ് മരിക്കുന്നത്. ലാസ്റ്റ് ഒച്ച വരും. എങ്ങനെ ഒച്ച വരൽ? അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. എങ്ങനെ ലാസ്റ്റ് മരിക്കൽ? മരണത്തിന് വാസ്തവത്തിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഓട്ടോ തട്ടിയാലും, ട്രെയിൻ തട്ടിയാലും, മിസൈൽ വീണാലും, രോഗം പിടിച്ചാലും മരണത്തിന് വാസ്തവത്തിൽ ഒറ്റ കാരണമേ ഉള്ളൂ: ശ്വാസം മുട്ടുക. ശ്വാസം മുട്ടിയിട്ട് ന്യൂമോണിയ പിടിച്ചു, എക്സാമ്പിൾ, അകത്ത് ഇവിടെ ശ്വാസകോശം ചുരുങ്ങിപ്പോയി, നീര് കെട്ടിയിട്ട് അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് ശ്വാസകോശം ചുരുങ്ങിയതാണ്.
അകത്തേക്ക് കാറ്റ് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു ഒച്ച വരും. എന്താ ഒച്ച? ഇങ്ങനെയല്ല മരിക്കൽ. ഞാനത് ചെറുതാക്കിയതല്ല, ഓർമ്മ വേണം. ശ്വാസം വലിച്ചതാണ്, കാറ്റ് മുകളിലേക്ക് കടക്കുന്നില്ല. അവസാനം കഴിഞ്ഞു. മൂക്കൊന്നങ്ങ് വികസിക്കും, കണ്ണങ്ങ് മലക്കും, ആള് മരിച്ചു. അവസാനം എന്താ ഉണ്ടായത്? ഒരു നെടുവീർപ്പാണ് ഉണ്ടായത്. ഒടുവിൽ ശ്വാസം വലിക്കാനുള്ള ഒരു സാഹസമാണ് ഉണ്ടായത്. ഒടുവിലെ ശ്വാസം വിശുദ്ധമാകുന്നതിന്റെ പേരാണ് വിശ്വാസം. ഒടുവിലെ ശ്വാസത്തിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ ഒരു ദൈവനാമമേ ലോകത്തുള്ളൂ, അല്ലാഹ്. അല്ലാഹ്. അവസാന ശ്വാസവും ഹാ ആക്കാം. മൻ കാന ആഖിറു ഖൗലിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ഉണ്ടാക്കിയ ശബ്ദത്തിൽ, പറഞ്ഞ സംസാരത്തിൽ അവസാനത്തെ ഒച്ച, അവസാനത്തെ ശബ്ദം, അവസാനത്തെ വാക്ക് ആരുടേതാണോ അല്ലാഹു എന്നായത്, ആരാണോ അല്ലാഹു എന്ന് പറയുന്നതെന്നല്ല, ആരുണ്ടാക്കിയ ഒച്ചയാണോ അല്ലാഹു എന്നായത്, ആ ആൾ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവസാന ശ്വാസം വിശുദ്ധമാകുന്നതിനാണ് വിശ്വാസം എന്ന് പറയുക. അള്ളാഹുവിന്റെ പേര് ഏറ്റവും സ്യൂട്ടാണ്. വേറൊരു പേരായിരുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹിന്റെ പേരിൽ, ആ ദൈവത്തിന്റെ പേരിൽ ശ്വസിക്കാൻ പറ്റൂലായിരുന്നു. ഒക്കെ ഒറ്റ ഡിസൈനറാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയ ആളും ശ്വാസോച്ഛ്വാസത്തിന് സ്വരവിന്യാസം ഉണ്ടാക്കിയ ആളും ഈ പ്രപഞ്ചത്തിന്റെ ക്രമവിന്യാസത്തിന് സംവിധാനമൊരുക്കിയ ശക്തിയും എല്ലാം ഒറ്റ ഡിസൈനർ ആയതുകൊണ്ടാണ് ഏക അച്ചിൽ പറന്ന കോർവ ഈ പ്രപഞ്ചത്തിന്റെ സകല അംശങ്ങളിലും മുദ്രണം ചെയ്യപ്പെട്ടത്. അപ്പൊ ഒടുവിലെ ശ്വാസം വിശുദ്ധമാവുക ആരോ എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം അറിയുന്ന കാര്യമാണ്. അള്ളാഹു നമുക്കതിന്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. അള്ളാഹിനെ പറ്റി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേരവിടെ വന്നു. ഞാൻ തുടങ്ങിയിടത്തേക്ക് പോയി നിർത്തുകയാണെന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ കൂടെ ഒരു പേര് കൂടിയുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന വാക്കിൽ 5 അക്ഷരാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 5 അക്ഷരത്തിൽ 3 മീമാണ്. മീമ്, ഹാ ഹാ, പിന്നെ 2 മീമ്, മ, പിന്നെ ദ്. ആകെ 5 അക്ഷരം. ലോകത്തിന്റെ നേതാവാണ്. അതിൽ 3 മീമ്. ശ്വാസം കഴിക്കാൻ പറ്റിയ അക്ഷരമാണ് ഹാ എന്ന് പറഞ്ഞതുപോലെ ആകെ 5 അക്ഷരത്തിൽ 3 മീമായതിന്റെ ഒരു പൊരുള് പ്രപഞ്ചത്തിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പ്രകൃതിയിലുള്ള ശബ്ദമാണ്. നമ്മൾ രണ്ടാളും വാട്സാപ്പിൽ ചാറ്റ് ചെയ്തു. എപ്പോഴാ എത്തുക, എപ്പോഴാ വരിക, എന്താ എന്റെ റീപ്ലൈ, വരുവോ, കാഞ്ഞങ്ങാട് ഇറങ്ങുവോ, കാസർഗോഡ് ഇറങ്ങുവോ? എനിക്ക് പി എന്ന് ഇദ്ദേഹത്തിന് ടൈപ്പ് ചെയ്യായിരുന്നു, ക്യൂ എന്നും ടൈപ്പ് ചെയ്യായിരുന്നു, ഒഫീഷ്യലി യെസ് എന്നും ടൈപ്പ് ചെയ്യായിരുന്നു. പക്ഷേ എം ആണ് നമ്മൾ കൊടുക്കുക. നമ്മളും നമ്മുടെ വൈഫും ചാറ്റിംഗ് ആണ്. ഏത് ശബ്ദത്തിലാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യൽ? ഗൾഫിൽ പ്രവാസിയായ ഭർത്താവ്, നാട്ടിലുള്ള ഭാര്യ. കല്യാണത്തിന് പോയിനോ? ഡ്രസ് ഇഷ്ടായിനോ? രണ്ടാൾ ഒളിച്ചോടുന്നാണ്. നീ അവൻ പറയാം, ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് നീ റെയിൽവേയിലേക്ക് എത്തൂലേ നാളെ രാവിലെ? ലോകത്തെ ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സായിപ്പും ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഭാഷ ഉള്ളവനും ഭാഷ ഇല്ലാത്തവനും ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അതൊരു ചെറിയ നിസ്സാരമായ സംഗതിയല്ല. ഉമ്മ വെക്കുമെന്നല്ലേ പറയാം. നമ്മൾ പുരുഷന്മാരാണ്, ആണുങ്ങളാണ്. ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ മോനെ അല്ലെ മോളെ മുത്തം വെച്ചു. ആ മോൻ പറയോ എന്നെ വന്നിട്ട് എന്റെ ഉപ്പ വെച്ചു എന്ന് പറയോ? ഇല്ല. എന്തേ പറയൂ? എന്നെ ഇന്ന് എന്റെ ഉമ്മ വെച്ചു എന്നേ പറയൂ. കാരണം സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ മുത്തം വെക്കുമ്പോ ഉണ്ടാകുന്ന ഒച്ച പ എന്നല്ല, പ എന്ന് പറഞ്ഞാൽ ചൽക്കാതെ പോടും എന്നാണ് അർത്ഥം. പുല്ല എന്നൊക്കെ പറയല്ലോ, അതൊരു മോശം സ്വരമാണ്. അതേസമയം ഉമ്മ എന്നാണ് പറയാ, ഒരു ചുംബനാണത്. എല്ലായിടത്തും ലോകത്ത് ജന്മം നൽകിയ സ്ത്രീയെ കുറിക്കുന്ന ഏതൊക്കെ ഭാഷകളിലുള്ള പദങ്ങളുണ്ടോ അതിലൊക്കെ ഈ മീമുണ്ട് എന്നാണ്. നിങ്ങൾ ചെക്ക് ചെയ്യൂ. ഞാനത് വെല്ലുവിളിയൊന്നുമല്ല, വെല്ലുവിളിക്കാൻ അങ്ങനെയുള്ള വിഷയമല്ല ഇത്. കാരണം ചെറിയ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം മുലപ്പാല് തരുന്ന, നോക്കി നടത്തുന്ന ആ സ്ത്രീയോടാണ്. ആ സ്ത്രീക്ക് ഒരു പേര് വിളിക്കണ്ടേ? അപ്പോ പ്രകൃത്യ ഒരു ശബ്ദം വായിൽ നിന്ന് വരും, അതാണത്, ഉമ്മ. അതുകൊണ്ടാണ് മലയാളം എടുത്താല് അമ്മ, ഉമ്മ, മാമി, അല്ലേ, മമ്മി, മദർ, മാതാജി, ആമി, ആമ, എവിടെ എടുത്താലും
ഇല്ലാത്തൊരു ഉമ്മയില്ല, ഇല്ലാത്തൊരു മദറില്ല. സ്നേഹത്തിന്റെ ശബ്ദമാണ് അള്ള വെച്ചൊരു സംവിധാനം നോക്ക്. 3 ഉമ്മാണ് വെച്ചത്. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് മറ്റാരെയുമല്ല, നിങ്ങൾക്ക് ശ്വാസത്തിന്റെ സ്വരമായ ഞാൻ അള്ളാഹുവിനെയും നിങ്ങളുടെ മുത്തത്തിന്റെ മുദ്രണമായ എന്റെ ദൂതൻ മുഹമ്മദിനെയുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മീം ലാ യുഅ്മിനു അഹദുക്കും. 3 ഘടനയല്ലേ പറയുന്നത്. നിങ്ങളിൽ നിന്ന് ആരും മോമിനാവുകയില്ല. ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാൾ എന്നോടാകണം. വൽദിഹി ഔ ഉൽദിഹി, സന്താന പരമ്പരയെക്കാളും എന്നോടാകണം. വന്നാസി അജ്മഈൻ, ലോകത്തുള്ള ആരെക്കാളും എന്നോടാകണം. മഹബ്ബത്ത്. കേവലം 3 മീമ് മാത്രമല്ല, മീമിന് ശേഷമുള്ള അക്ഷരം ഹാൻ. ഈ പേര് കൂടി പറഞ്ഞാൽ നമുക്ക് പിരിയാം. ഹാ, ഇതാണ് ഹാന്റെ അർത്ഥം. മദ്രസയിൽ ഒരുപാട് ടോപ്ലസ് കിട്ടി എന്നൊക്കെ പറഞ്ഞില്ല. നമ്മുടെ മദ്രസയിൽ, നമ്മളൊക്കെ ഈ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ്. പ്രദേശത്തിന്റെ കുട്ടികളൊക്കെ കൂടെ ദർസും പഠിച്ചു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. മതഭൗതിക വിദ്യാഭ്യാസം ഒന്നിച്ചു കൊണ്ടുപോകുന്ന, ദീനീ ബോധം കൊണ്ടുപോകുന്ന, സാമുദായിക പ്രതിബദ്ധത കൊണ്ടുപോകുന്ന, സാമൂഹിക പ്രതിബദ്ധത കൊണ്ടുപോകുന്ന മാതൃകായോഗ്യരായ ചെറുപ്പക്കാരായി പ്രദേശത്തിന്റെ ചെറുപ്പക്കാരെ അള്ളാഹു മാറ്റട്ടെ. ഇവരെല്ലാം പാകപ്പെടുത്തിയ വളരെ മുതിർന്ന ഉസ്താദ് കൂടെയുണ്ട്. നമ്മളെ മദ്രസയിൽ പഠിച്ചൊരു നിയമമുണ്ടല്ലോ, ഹാ. ഹാ എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരം? ഹർഫും മിൻ ഹുറൂഫിൽ ഹൽഖ്, ചങ്കിന്റെ അക്ഷരമാണ് അല്ലേ? അ ഹ ഹ ഹ ഐൻ ഗൈൻ, ചങ്കെന്ന് പുറപ്പെടണം. ഹാ. കുട്ടികൾ നമ്മൾ ഫേസ്ബുക്കിൽ എന്താ പറയാ? മഹാ. ഈ മഹബത്ത് എവിടെ നിന്ന് പുറപ്പെടണം? ചങ്കിൽ നിന്ന് പുറപ്പെടണം. ചങ്ക് ബ്രോ, ഇതല്ലേ ഫേസ്ബുക്ക് ഭാഷ. ഇവിടെ സ്വാഗത പ്രസംഗൻ ഇൻസ്റ്റാഗ്രാം പിള്ളേരെന്ന് പറഞ്ഞല്ലോ. ഇൻസ്റ്റാഗ്രാമിലെ ഭാഷ ഏതാ? ചങ്ക് ബ്രോ, ചങ്ക് സിസ്. ചങ്കിൽ ചോരയുള്ള കാലത്തോളം എന്റെ ചങ്കാണ്. ചങ്ക് മീൻസ് പ്രതിബദ്ധതയാണ്. ചങ്ക് മീൻസ് കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ അട്ടിക്ക് വെച്ച മഹബത്ത് എന്റെ ജീവഛേദസിൽ നിന്ന് ചൈതന്യധന്യമായി പുറപ്പെടുന്നതാണ് ഈ മഹബത്ത്. പിന്നെ അവസാനത്തെ അക്ഷരമോ മുഹമ്മദ്. ദിനും അറബിയിലൊരു നിയമമുണ്ട്. ദാലിന് ഖുത്ബ് ജദ് എന്ന് പറയും. കനപ്പിൽ ഉച്ചരിക്കണം. ഇന്നല്ലാഹ ഹമീദും മജീദ് എന്നോതാൻ പാടില്ല. ഇന്നല്ലാഹ ഹമീദും മജീദ് പ്രഖ്യാപനമാണ്. ഈ അട്ടിക്ക് വെച്ച മഹബത്ത്, ജീവചേതസായ ഈ മുഹമ്മദ്, ഈ പ്രതിബദ്ധത എന്റെ നയനിലപാടിന്റെ ആദ്യമധ്യാന്ത്യമാണെന്നുള്ള പ്രഖ്യാപനമാണ്. വാസ്തവത്തിൽ ആ കുഞ്ഞുനാമം എന്ന കരുത്തുറ്റ ശബ്ദം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.